ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ബണ്ണാട്ടോ. ബർഗറിന് യൂസ് ചെയ്യാം, അല്ലാതെ ചായയ്ക്ക് നമുക്ക് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണ രീതിയിൽ ഇഡ്ലിത്തട്ടിൽ വെച്ചാട്ടോ ഇത് ചെയ്യുന്നത്. ഓവൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ചുമ്മാ ചായക്ക് കൂട്ടാനായിട്ടാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇച്ചിരി മധുരം വേണം. ബർഗറിന് ഉണ്ടാക്കാനാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടാൻ. ഒത്തിരി ചൂടില്ല. അവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനൊരു ഇളം ചൂടായിട്ടുണ്ട് കേട്ടോ, മീൻസ് വിരൽ മുക്കാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിന് ഒരുപാട് ചൂടുണ്ടാകാൻ പാടില്ല, എന്നാൽ ഈസ്റ്റ് നന്നായിട്ട് വരത്തില്ല. ഇനി കട്ടകളില്ലാതെ നന്നായിട്ട് ഈസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം, ഈസ്റ്റ് ഒന്ന് അലിഞ്ഞ് കിട്ടാനാണ്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പാണോ, ഞാനിവിടെ ആദ്യം 1 കപ്പ് ചേർത്തിട്ടുണ്ട്. എത്ര ചേർത്ത് നോക്കട്ടെ. 1.5 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിലായാലും ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബട്ടറായിരിക്കും ഇച്ചിരി കൂടി ടേസ്റ്റ്. പിന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടാട്ടോ ഇത് കുഴച്ചെടുത്തത്. ഓരോരുത്തരുടെയും മാവിനനുസരിച്ച് വെള്ളത്തിന് വ്യത്യാസം കാണും, അതുകൊണ്ട് നിങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് ഇടില്ല. അതുകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ട് ഒട്ടും, ഒരുപാട് ഒട്ടത്തില്ല, അതാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. അതുകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം, നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിപ്പം ഞാൻ കുഴച്ചെടുക്കാനായിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാണ്. അതിലേക്ക് കുറച്ച് എണ്ണ തടവിയ ശേഷം നമുക്ക് ഈ മാവ് വെച്ചിട്ട് നന്നായിട്ടൊരു മാക്സിമം കുഴയ്ക്കാൻ പറ്റുന്ന അത്രയും കുഴയ്ക്കാം. ഞാനിവിടെ ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് കുഴച്ചിട്ടുണ്ട്. കൈ കഴക്കുന്നവരെ കുഴച്ച് കൊടുക്കുക. കുഴക്കലിലാണ് ഇതിൻ്റെ എല്ലാം നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. ഇത് നമ്മൾ കൈയുടെ ആ ഭാഗത്തിൻ്റെ പേരെനിക്കറിയില്ല, അവിടെ നമ്മൾ വിരലിൻ്റെ അടിയിൽ, കൈപ്പത്തിയുടെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അമർത്തി പരത്തണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് നമ്മളത് പരത്തി കൊടുക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല മാവ് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. നമുക്കിത് പൊങ്ങാൻ വയ്ക്കുമ്പം നല്ല ഷേപ്പിന് കിട്ടാൻ വേണ്ടിയാണ് ഒന്ന് റൗണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ മാവും കൂടി അടിയിലേക്ക് ഉരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. എന്നിട്ട് ഈ മാവ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മാവിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഒന്ന് ജസ്റ്റ് സൈഡൊക്കെ ഷേപ്പാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് പൊങ്ങി വരുമ്പോഴത്തേക്ക് നല്ല ഷേപ്പിനായി കിട്ടും കേട്ടോ. അതായിട്ട് ഞാനിങ്ങനെ സൈഡൊക്കെ ആക്കി ഒന്നുകൂടി ജസ്റ്റ് കുഴച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിവിടെ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ നേരം വെക്കേണ്ട കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഡബിൾ സൈസിലും ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. നെക്കുമ്പോൾ തന്നെ താന്ന് നോക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇതിൻ്റെ എയറൊക്കെ പോകാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകണം, അല്ലെങ്കിൽ നമ്മൾ ബണ്ണുണ്ടാക്കുമ്പോഴത്തേക്കും ഉള്ളിൽ ഫുള്ള് ഓട്ടയായിരിക്കും. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് നമുക്കൊരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് നമ്മൾ ഈക്വൽ സൈസായിട്ട് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാനിവിടെ ഈക്വൽ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത്ര ഈക്വലൊന്നുമല്ല, ഏകദേശം ഒരു ഈക്വൽ സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ഈക്വൽ സൈസിലുള്ള 7 ബോൾസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ആദ്യം കറക്റ്റ് റൗണ്ടിലല്ല കിട്ടിയേക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല എയറൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. മേൾഭാഗം നന്നായിട്ട് അടിയിൽ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പൊറോട്ടയുടെ മാവൊക്കെ ആക്കും പോലെ തന്നെ കേട്ടോ. അതുകൊണ്ട് നമുക്ക് കൈയുടെ 2 കൈയും കൂടി വെച്ചിട്ട് അവിടെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നല്ല ഷേപ്പാക്കി കിട്ടും. അടിഭാഗം കൂടി ഷേപ്പാക്കി നല്ല ബോൾ ഷേപ്പിൽ തന്നെ കിട്ടിക്കോളും. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും ആക്കിയെടുക്കാം.
അപ്പോൾ ഞാൻ എല്ലാ ബോൾസും അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല റൗണ്ട് ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആണോ എന്ന് അറിയില്ല. ഈ ഭാഗം മാത്രം ഞാൻ തന്നെയാട്ടോ എടുത്തത്, ഈ ഉരുട്ടുന്ന ഭാഗം. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇഡ്ലിത്തട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ആ സൈസിൽ നമ്മൾ ഈ ബോളാക്കി കൊടുക്കണ്ടോ. അതിൽ നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇഡ്ലിത്തട്ടിൽ. ഞാനിവിടെ 4 കുഴിയുള്ള ഇഡ്ലിത്തട്ടാട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഓരോ ബോൾസും നമുക്കതിൽ വെച്ച് കൊടുക്കാം. ഇത് അലുമിനിയത്തിൻ്റെ ഇഡ്ലിത്തട്ടാണ്. നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ആണെങ്കിൽ കരിഞ്ഞു പോകത്തില്ല. എന്നാലും നമ്മൾ വെള്ളം വെച്ച് വേവിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അലുമിനിയത്തിൽ ഉണ്ടാക്കിയത്. നിങ്ങൾ അലുമിനിയം കിട്ടുമെങ്കിൽ അതിൽ തന്നെ ബേക്ക് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതെ ഞാൻ 4 വെച്ച് കൊടുത്തിട്ടുണ്ട്. മൊത്തം നമുക്ക് 6 ബോൾസായിട്ടോ കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അപ്പം ഞാനാണെങ്കിൽ ബാക്കി 2 കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്യുന്നത്. ഇതൊരു അലുമിനിയത്തിൻ്റെ ടിന്നാണ്. നിങ്ങൾക്ക് സ്റ്റീൽ പ്ലേറ്റിലായാലും അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിൽ ചെയ്താൽ അത്ര ക്ലിയർ ആയിട്ട് വരാൻ സാധ്യതയില്ല. വല്ല അലുമിനിയത്തിൻ്റെ തട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിക്കോളും. കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് ബാക്കിയുള്ള 2 മാവും കൂടി ഇതിലെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാത്തിൻ്റെയും പുറത്ത് ഓയിലോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടറാട്ടോ സ്പ്രെഡ് ചെയ്തത്. ഓയിൽ തീർന്നു പോയായിരുന്നു. ഇത് നമ്മൾ ഇനി പൊങ്ങാനായിട്ട് വെക്കും. അപ്പോൾ ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. ഇതിൻ്റെ ഷേപ്പിന് ഒരു വ്യത്യാസം വരാതിരിക്കാൻ ഓയിൽ ബ്രഷ് വെച്ച് ചെയ്താലും കുഴപ്പമില്ല. അല്ലാതെ നിങ്ങൾ കൈ വെച്ച് തടവല്ല കേട്ടോ. കാരണം ഇത് ഷേപ്പിന് വ്യത്യാസം വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറിൽ മുക്കിയിട്ടായാലും ചെയ്യാം. ഇനി നമുക്ക് ഈ മാവ് നമുക്കിത് പൊങ്ങി വരാനായിട്ട് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഡ്രൈ അല്ല കേട്ടോ, വെറ്റായിട്ടൊരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നനവുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്ക് വെച്ചിട്ട് മൂടി വയ്ക്കാം. മറ്റേത് ഞാൻ ഇഡ്ലിത്തട്ടിൻ്റെ മൂടി വെച്ചാട്ടോ മൂടി വയ്ക്കുന്നത്. അതുകൊണ്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു 30 തൊട്ട് 40 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അതിൽ കൂടുതൽ വെക്കണ്ട. അപ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാല് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പാല് മുട്ടയായിരിക്കും ഇച്ചിരി കൂടി നല്ല കളറ് കിട്ടുക. ഞാൻ ആദ്യം പാല് ബ്രഷ് ചെയ്തു. ഈ അലുമിനിയത്തിൻ്റെ ടിന്നിലേക്ക് മുട്ടയായാലും കുഴപ്പമില്ല, പാലായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം. പക്ഷേ മുട്ട ചേർക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി കളർ കിട്ടും. അപ്പോൾ ഞാൻ പാല് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്ത എള്ള് ഓപ്ഷണലാണ്, തികച്ചും ഓപ്ഷണലാണ്. കാരണം ഞാനിത് വീഡിയോയ്ക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താണ്. പിന്നെ കടയിലെ ബണ്ണിലൊക്കെ വെളുത്ത എള്ള് കിട്ടാറുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് വെളുത്ത എള്ളും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ലിച്ചെമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് പ്രീ ഹീറ്റ് ആക്കിയതാട്ടോ ഇഡ്ലിച്ചെമ്പ്. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് പ്രീ ഹീറ്റ് ആക്കിയ ശേഷം ആദ്യം ഞാനതിലേക്ക് കേക്ക് ടിന്നിൽ നമ്മൾ 2 വെച്ചില്ലായിരുന്നു, അത് ഇറക്കി വെച്ചു. ഇനി അതിലേക്ക് നമ്മുടെ ഇഡ്ലിത്തട്ടിൽ നമ്മൾ ഉണ്ടാക്കിയില്ലേ, അത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിൽ വെച്ചു കേട്ടോ. ഞാനിത് 2 ഒരുമിച്ച് ബേക്ക് ആവാനായിട്ടോ അങ്ങനെ വെച്ചത്. ഇനി നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചു കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട ശേഷം ഒരു 10 to 20 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുത്തു. അപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കും മുകളിലെ ഇഡ്ലിത്തട്ടിൽ അത്യാവശ്യം കുക്കായിട്ടുണ്ട്, പക്ഷെ കളറൊന്നും വന്നിട്ടില്ല. താഴത്തെ ഞാൻ ജസ്റ്റ് പൊക്കി നോക്കിയായിരുന്നു, അത് അത്യാവശ്യം ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുകളിലേന്ന് കുറച്ച് മുട്ട തൂത്ത് കൊടുക്കാം കേട്ടോ. ഓയിൽ ബ്രഷ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് വന്നേനെ. ഞാൻ ഓയിൽ ബ്രഷ് ആ സമയം കണ്ടില്ല. ബാക്കി ബേക്ക് ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ഞാനാണെങ്കിൽ മുട്ട തൂത്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ നമ്മൾ കേക്ക് ടിന്നിൽ വെച്ച് എടുത്തായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് ബേക്കായി വന്നു. അത്യാവശ്യം കളറും ഉണ്ടായിരുന്നു പാല് ബ്രഷ് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു മറ്റേത് മുകളിലിരുന്നിട്ടായിരിക്കും. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ തൂത്ത് കൊടുക്കാം. ബട്ടറോ ഓയിലോ തൂത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഹാർഡായിരിക്കും. അതിൻ്റെ ഒരു ഡ്രൈ ക്ലോത്ത് വെച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റത്തേക്ക് വെക്കാം. അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തുറന്നു നോക്കി, ബേക്കായിട്ടുണ്ട്. മുകളിൽ മുട്ടയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് വെക്കാം. ഇതും നമുക്കാണെങ്കിൽ ബട്ടർ ബ്രഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം.
അപ്പോൾ അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ബൺ റെഡി ആയിട്ടുണ്ട്. ഈ ബണ്ണ് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ശരിക്കും കടയിൽ സെയിം ടേസ്റ്റ്. മധുരം അത്യാവശ്യത്തിന് മധുരമുണ്ട്. ബർഗറിന് യൂസ് ചെയ്യാനാണെങ്കിൽ മധുരം കുറയ്ക്കണേ. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ബർഗറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബ്രെഡല്ല ബണ്ണാണ്. കാണുമ്പോൾ തന്നെ അറിയാലോ അത്രയ്ക്ക് സ്പോഞ്ചിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ബണ്ണ് റെഡിയാക്കിയിട്ട് എല്ലാവർക്കും തയ്യാറാക്കി വെക്കാം. റെഡിയാക്കിയ ശേഷം ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ കൂടുതലായിട്ടും റെസിപ്പി വീഡിയോസാണ്, കൂടുതലായിട്ടും നല്ല എല്ലാ തന്നെ റെസിപ്പി വീഡിയോസാണ്.